A1 ഇന്റീരിയേഴ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ കറക്റ്റായിട്ട് ഒരു പാനൽ കൊടുത്തിട്ട് ഫ്ലൂട്ടഡ് പാനലിൽ സൈഡ് റോൾ കൊടുത്ത് അതിനുള്ള പ്ലഗ് പോയിന്റ് വിട്ടിട്ടുണ്ട്. അതിന് താഴെയാണ് നമ്മൾ ഈ ബോക്സും കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ചോദിച്ചാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജസ്റ്റ് ഫ്രെയിം മാത്രം കൊടുത്തിട്ടുണ്ട്. ഫ്ലൂട്ടഡ് പാനലിൽ തന്നെ കംപ്ലീറ്റ്ലി ഒരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കിയിട്ട് അതിന് താഴെ തന്നെ നമുക്ക് എന്തെങ്കിലും അക്സസറീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ടൈപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്ടർ ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് തുടയ്ക്കാൻ പറ്റും. വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം UPVC-യിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ക ഫിനിഷിങ്ങോടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ കർവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോർ സെറ്റപ്പാണ് നമ്മൾ അവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പ്ലേറ്റ്സ് വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോപ്പ് വിത്ത് ലോഫ്റ്റ് രണ്ടും ഒന്നിച്ച് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ലോക്കർ സെറ്റപ്പ് ഉണ്ട്. ലോക്കർ അതിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ഡ്രോ സെറ്റപ്പാണ്. ഇതിലും നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ഒക്കെ ഒരു വുഡിൽ നമ്മൾ ചെയ്ത ഒരു ഫിനിഷിംഗ് ആണ് നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഒന്നും പ്രശ്നമില്ല. അതിപ്പോൾ ഞാൻ കയറി ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ഈ വെയിറ്റ് താങ്ങുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക. ഓക്കെ. A1 ഇന്റീരിയേഴ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ കംപ്ലീറ്റ്ലി UPVC-യിലാണ് ഇവിടെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ നമുക്കത് കാണാം. നമ്മൾ ആദ്യമായിട്ട് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് TV യൂണിറ്റ് ആണ്. സോ TV യൂണിറ്റ് കാണാൻ വരും. നമ്മൾ കറക്റ്റായിട്ട് ഒരു പാനൽ കൊടുത്തിട്ട് ഫ്ലൂട്ടഡ് പാനലിൽ സൈഡ് റോൾ കൊടുത്ത് അതുപോലെ തന്നെ കണ്ടല്ലേ TV യൂണിറ്റ്സിൻ്റെ സെറ്റപ്പാണ്. ഇതിൽ നമ്മൾ സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലൈഡിങ് ഗ്ലാസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ബോക്സ് പോലെ കൊടുത്തിട്ട് നമുക്ക് TV-യുടെ മേലെ നമുക്ക് സംതിങ് എന്തെങ്കിലും ഇപ്പോൾ സൗണ്ട് ബാർസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. അതിനുള്ള പ്ലഗ് പോയിന്റ് വിട്ടിട്ടുണ്ട്. അതിന് താഴെയാണ് നമ്മൾ ഈ ബോക്സും കൊടുത്തിട്ടുള്ളത്. അത് സ്ലൈഡിങ് ഗ്ലാസ് ഡോർസിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഫ്രെയിം പോലെ കൊടുത്തിട്ടുണ്ട്. അത് അവർ പ്രത്യേകിച്ച് നമ്മൾ ചോദിച്ചാണ്, അവർ കസ്റ്റമർ പ്രത്യേകിച്ച് ചോദിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജസ്റ്റ് ഫ്രെയിം മാത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്ലൂട്ടഡ് പാനലിൽ തന്നെ കംപ്ലീറ്റ്ലി ഒരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഡ്രോ സെറ്റപ്പാണ്. പക്ഷേ നമ്മളൊരു ഡോറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ ജോയിൻറ്റ്സ് കാര്യങ്ങളൊന്നും അതിൽ കാണാൻ പറ്റില്ല, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. സോ കിച്ചണിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒന്ന് നോക്കണം. ഇത് വാഷ് ബേസ്ഡ് ഏരിയ ആണ്. വാഷ് ബേസിൽ നമ്മൾ ഇതുപോലെ തന്നെ വാഷ് ബേസ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ തന്നെ നമുക്ക് എന്തെങ്കിലും അക്സസറീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ടൈപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഫ്ലൂട്ടഡ് പാനലായിട്ട് ഇതിലിപ്പോൾ നമ്മൾ ജസ്റ്റ് വാഷ് ബേസ് ആയതുകൊണ്ട് തന്നെ വെള്ളം തെറിക്കാനും മറ്റൊക്കെ ചാൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് വെള്ളം എന്തെങ്കിലും ആയാലും ചുമരിലാണെങ്കിൽ തുടച്ചാൽ പോവില്ല. പക്ഷേ നമ്മൾ ഫ്ലൂട്ടഡ് പാനൽ കംപ്ലീറ്റ്ലി ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്ടർ ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് തുടയ്ക്കാൻ പറ്റും. അതിന് മേലെയും അതുപോലെ ഒരു ബോക്സ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അതിന് നേരെ മേലെ ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ലോഫ്റ്റ് ജസ്റ്റ് നമ്മൾ ഡോർസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം UPVC-യിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ വരണമെങ്കിലും ഫ്ലൂട്ടഡ് പാനൽസ് ഇവിടെ പ്രത്യേകിച്ച് നോക്കണം. ഈ കർവ് കംപ്ലീറ്റ്ലി പക്ക ഫിനിഷിങ്ങോടെ നമ്മൾ ചെയ്ത് കൊടുത്തില്ല. ഈ കർവ് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയും. ആ കർവ് ഭയങ്കര നീറ്റായിട്ടും ഫിനിഷിംഗ് ആയിട്ടും നമ്മൾ ചെയ്തിട്ടുള്ളത്. നേരെ ഇവിടെ വരികയാണെങ്കിൽ ബോട്ടം ചെയ്തിട്ടുണ്ട്, കിച്ചൺ ബോട്ടം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ്ലി ഡോർ സെറ്റപ്പ് ഒക്കെ കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോർ സെറ്റപ്പാണ് നമ്മളവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. SS-ലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഡ്രോ മീൻസ് കട്ട്ലറി, അങ്ങനെ നമുക്ക് പ്ലേറ്റ്സ് വെക്കാനും മറ്റൊക്കെ അതിന് പറ്റും. പ്ലേറ്റ്സ് വെക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രോ സെറ്റപ്പിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡോർ സെറ്റപ്പ്. സോ ഇതൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് മേലെ പോയിട്ട് റൂം കാണാം. താഴെ കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ മേലെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. മേലെ ഒരു റൂമാണിത്. റൂമിൽ കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോപ്പ് വിത്ത് ലോഫ്റ്റ് രണ്ടും ഒന്നിച്ച് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാർഡ്രോപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ റാക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. പിന്നെ ഈ കളർ ചൂസ് ചെയ്ത് കസ്റ്റമറാണ്. സോ അവർ പ്രത്യേകം പറയുന്നത് നമുക്ക് ഡാർക്ക് ആൻഡ് ലൈറ്റ് കളറിൽ മതി എന്ന്. അപ്പോൾ നമ്മൾ അതുപോലുള്ള ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കളർ ടച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോക്കർ സെറ്റപ്പ് ഉണ്ട്. ലോക്കർ അതിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ക്യാഷ് വെക്കാനൊക്കെ മീൻസ് ഒരു ലോക്കർ സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴെ ഡ്രസ്സ് വെക്കാൻ പറ്റിയ പോലെ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഡ്രസ്സിങ് ടേബിളാണ്. സോ മിററൊക്കെ വെച്ച് അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കാം, മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കാം. അങ്ങനെ ഒരുപാട് അറകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി. ജസ്റ്റ് ഒരു ഡ്രോ സെറ്റപ്പാണ്. ഇതിലും നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ഇത് കംപ്ലീറ്റ് ആയിട്ട് UPVC-യിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ഒരു വുഡൻ ടച്ചാണ് കിട്ടുക. UPVC ആണെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. കാരണം ഇത് നിങ്ങൾ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെവിടെയും ഒരു കട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റോ ഒന്നും കാണാൻ പറ്റില്ല. മീൻസ് ഒക്കെ ഒരു വുഡിൽ നമ്മൾ ചെയ്ത ഒരു ഫിനിഷിംഗ് ആണ് നമ്മളിതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ എല്ലാവർക്കും ഡൗട്ടുള്ളത് UPVC-യിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊട്ടോ പിടിക്കുകയോ അങ്ങനെ ഒന്നും പ്രശ്നമില്ല. അതപ്പോൾ ഞാൻ കയറി ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ഈ വെയിറ്റ് താങ്ങുന്നുണ്ട്. സോ ആ പേടി വേണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ജസ്റ്റ് ഒരു ടേബിൾ സെറ്റപ്പാണ് അവർ ചോദിച്ചത്. അത് നമ്മൾ വൃത്തിക്ക് ചെയ്ത് കൊടുത്തു.
അപ്പോൾ ഇതുപോലുള്ള ഒരു റൂം നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള വർക്ക് നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ A1 ഇൻറ്റീരിയേഴ്സിനെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക. ഓക്കെ.